ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്താന്ന് നോക്കുമ്പോൾ ആശ പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ കാണിച്ചു തരാനാണെന്ന് പറയും. അപ്പൊ അശോക് പറയും നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ, നീ എന്തൊക്കെ ഫണ്ണി ആക്കി എടുക്കുവാണോ എന്ന്. അപ്പൊ ആശ പറയും ഇത് ഫണ്ണി ആയിട്ടുള്ള കാര്യം തന്നെയല്ലേ, രണ്ടുപേരും ഒരു വീട്ടിലാണ് നിൽക്കുന്നത്, പക്ഷെ ഭാര്യയും ഭർത്താവും വേറെ വേറെ വഴിക്കാണ് പോകുന്നത്, അപ്പൊ പിന്നെ ഇത് ഫണ്ണി ആയിട്ടുള്ള കാര്യം തന്നെ അല്ലേന്ന് പറയും. അപ്പോഴാണെങ്കിൽ അശോക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകും. ആശയാണെങ്കിൽ അശോക് പോകുന്ന നോക്കി ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കും. പിന്നീട് കാണിക്കുന്നത് കാലന്തിയുടെ വീടാണ്. അവിടെ ആണെങ്കിൽ അവർ മൂന്നുപേരും ഒരുപാട് സന്തോഷത്തോടെ അവിടുത്തെ ആചാരങ്ങളൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അതിലൂടെ അൻകുഷ് ഇതൊന്നും മൈൻഡ് ചെയ്തെങ്കിലും നടന്നു പോകുന്നത്. അപ്പോൾ ഇത് കാണുന്ന അജു ആണെങ്കിൽ അൻകുഷിന്റെ അടുത്ത് പോയി പറയാണ്, മോനെ നീ ഇത് പങ്കെടുക്കാതെ പോവാണോ, ഈ സോൻപത്തി മുതിർന്നവർക്ക് കൊടുത്ത് അവരുടെ അനുഗ്രഹം മേടിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ഉണ്ടാവും, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, ഈ വീട്ടിൽ ഒരുപാട് സന്തോഷവും സമൃദ്ധിയും ഒക്കെ വരുമെന്ന് പറയും. അപ്പോഴാണെങ്കിൽ അൻകുഷ് പൊട്ടിച്ചിരിച്ചോണ്ട് പറയാണ്, സന്തോഷം സമൃദ്ധിയോ, അത് ഈ വീട്ടിലോ, അത് ഞാനുണ്ടാവുമ്പോൾ അതെങ്ങനെ സംഭവിക്കാനാ, അതിലുള്ള ഞാനാണ് നിൽക്കുന്നത്, നിങ്ങൾക്ക് ഇനി അത്ര സന്തോഷ സമൃദ്ധി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പൊന്നാരും മരുമകളോട് എനിക്ക് എന്റെ പ്രോപ്പർട്ടി എഴുതി തരാൻ പറ, അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും സന്തോഷ സമൃദ്ധിയൊന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല എന്ന് പറയും. ഇതും പറഞ്ഞുകൊണ്ട് അൻകുഷ് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോഴായിരിക്കും ആ സ്റ്റെപ്പിന്റെ അവിടെ നിന്ന് അൻകുഷ് താഴത്തേക്ക് വീഴാൻ പോകുന്നത്. അങ്ങനെ അൻകുഷിന്റെ കാലിലുള്ള മുറിവ് ഒന്നുകൂടി ബ്ലഡ് ഒക്കെ വരികയാണ്. അൻകുഷ് വീഴുന്ന സൗണ്ട് കേട്ടുണ്ടെന്നെ കാലിന്റെ ആകെ ടെൻഷൻ അടിച്ച് വേഗം ഓടി ചെല്ലാണ്. എന്ത് പറ്റി, ഒരുപാട് ബ്ലഡ് വരുന്നുണ്ടോ, എന്നാ നീ ഈ ഷൂ ഇട്ട് പോണ്ട, ഞാൻ നിനക്കൊരു ചെരുപ്പ് തരാമെന്ന് പറഞ്ഞിട്ട് കാലിന്റെ അവിടെ നിന്ന് ഒരു ചെരുപ്പ് എടുത്ത് കൊടുക്കുകയാണ്. അപ്പോഴാണെങ്കിൽ അൻകുഷ് പറയും, അതെ ഈ നാടകമൊക്കെ നിർത്തി പോകുന്നുണ്ടോ, എനിക്കിതെല്ലാം കണ്ടും മടുത്തിരിക്കുക, നിങ്ങളുടെ ഒരു സഹായം എനിക്ക് വേണ്ടെന്ന് പറയും. അപ്പൊ കാലിന്റെ പറയും, മുതിർന്ന ഇങ്ങനെ പറയുന്ന കേൾക്കേട്ട് തന്നെ നിനക്ക് ഇങ്ങനെ ഓരോന്നൊക്കെ വരുന്നത്, ആദ്യം മര്യാദക്ക് പെരുമാറാൻ പഠിക്കണം, അപ്പോഴേ എല്ലാ കാര്യങ്ങളും ശരിയാവുള്ളൂ എന്നൊക്കെ പറയും. അപ്പൊ അൻകുഷ് പറയും, മതി ഇതിങ്ങനെ ടാപ്പ് റെക്കോർഡ് പോലെ ഇങ്ങനെ വെച്ച് പറയാതിരിക്കും, എനിക്കിത് കേട്ട് കേട്ട് താഴെ വേദനിക്കുന്നു, ഒന്ന് പോകുന്നുണ്ടോ, എന്റെ കാര്യമൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം എന്ന് പറയും. അപ്പൊ കാലിന് പറയും, അതെ ഞാൻ നിന്റെ അമ്മയാണ്, അതുകൊണ്ട് നിനക്ക് വേദനിക്കുമ്പോൾ നിനക്കാൾ എനിക്കാണ് വേദനിക്കുന്നത്, അതുകൊണ്ടാണ് ഈ പറയുന്നത്, ഞാൻ നിനക്ക് മരുന്ന് കഴിച്ചതാ, അല്ലാതെ നീ ചെരുപ്പിട്ട് പോ, അതിട്ട് പോയാൽ അത് നീ കൂടത്തേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ അൻകുഷ് പറയും, ഓ അങ്ങനെയാണല്ലേ, നിങ്ങൾ എന്റെ വലിയ അമ്മയൊക്കെ അല്ലേ, എനിക്കിപ്പോ നിങ്ങൾ കൂടി വേദനിക്കും അല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്നാ ചെരുപ്പ് എന്നെ എടുത്തുള്ളൂ പറഞ്ഞിട്ട് ആ കാലിന്റെ വെച്ചെടുത്ത ചെരുപ്പെല്ലാം വലിച്ചെറിയാണ്. എന്നിട്ട് അൻകുഷ് കാലിലിരിക്കുന്ന ഷൂ മാറ്റിക്കൊണ്ട് പറയും, ഇനി ഞാൻ ചെരുപ്പിടാതെ നടക്കാൻ പോകുന്നത്, അപ്പോൾ എനിക്ക് ഒരുപാട് വേദനിക്കും, എനിക്ക് വേദനിക്കുമ്പോൾ നിങ്ങൾ കൂടി വേദനിക്കുന്നതല്ല പറഞ്ഞത്, അപ്പൊ നിങ്ങൾ അങ്ങ് അനുഭവിച്ചെന്ന് പറഞ്ഞിട്ട് വാശിപ്പുറത്താണെങ്കിൽ അൻകുഷ് അവിടുന്ന് ചെരുപ്പൊന്നും ഇണ്ടാതെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇതെല്ലാം കണ്ടിട്ടാണെങ്കിൽ കാലിന്തിക്ക് ആകെ വിഷമമായി നിൽക്കുക. പിന്നീട് കാണിക്കുന്നത് സോജി നടന്നിരുന്നതാണ്. അപ്പോഴാണെങ്കിൽ സോജയുടെ അമ്മ സോജ ഇങ്ങനെ ഉറക്കി വിളിക്കുകയാണ്. സോജയുടെ അമ്മയെ എല്ലാവർക്കും അറിയാലോ, അവർ ഓടി വന്ന് സോജയെ കെട്ടിപ്പിടിച്ചോണ്ട് എന്തൊക്കെയാ എൻ്റെ ഇടയിൽ സുഖമല്ലേ, നീ നിന്റെ അമ്മയൊക്കെ മറന്നു പോയടിന്നൊക്കെ പറഞ്ഞിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ചെയ്യുന്ന കാരണക്കാരൻ പറയായിരിക്കും. അപ്പോഴായിരിക്കും അവിടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നേരിട്ട് പറയാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ സോജയുടെ അമ്മ പറയും, എന്നിട്ട് ഇങ്ങനെയൊക്കെ കണ്ടിട്ട് നീ വീട്ടിലാണോ നിൽക്കുന്നത്, ഇവിടുന്നൊക്കെ ഇറങ്ങി പോരണ്ടേന്ന് പറഞ്ഞിട്ട് സോജനെ വിളിച്ചോണ്ടിരിക്കും. സോജ പറയാ, ഇല്ല അമ്മ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഭരതനോട് സോറി പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ ഭരതോട് കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്, എന്തായാലും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ആശ ഒന്നും നമ്മൾ വിചാരിച്ച പോലെയല്ല, നമ്മൾ അവരെ കുറിച്ച് വിചാരിച്ചതൊന്നും അല്ല അവർ സത്യം പറഞ്ഞാൽ എന്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് അവൻ ചെയ്തിട്ടുള്ളത്, പക്ഷെ നമ്മളെല്ലാം അവരെല്ലാവരും ഇവരെ പോലെ തന്നെയാണ്, എന്ത് മരുമോൾ അമ്മായിയെ കുറിച്ച് പുകഴ്ത്തി പറയുന്നൊക്കെ പറഞ്ഞിട്ട് സോജയെ പിന്നെയും വിളിച്ചോണ്ട് വന്നിരിക്കും. അപ്പൊ സോജ പറയും, ഇല്ല അമ്മ ഞാൻ പറയും. ഇത് കാണിക്കുന്നത് ആശയാണ് അമ്മയ്ക്ക് സുഖമല്ലേ, എത്ര ദിവസമായി ഞാൻ അമ്മയെ കണ്ടിട്ട്, എനിക്കിപ്പോ അത് ഞാൻ ഉദ്ദേശിച്ചത് നീ വരപ്പോ. ആശ പറയും, എന്തിനാ. പിന്നീട് ആശ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോകുമ്പോഴായിരിക്കും നിരഞ്ജനെ കാണുന്നത്. നിരഞ്ജന്റെ കൂടെ ഉണ്ടാവുന്നത്